നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നാമനിർദ്ദേശ പത്രിക അപൂർണമായി നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ആരോപണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് പരാതി അയച്ചു. സ്ഥാനാർത്ഥികൾ പ്രചാരണ തിരക്കിൽ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തിങ്കളാഴ്ച മൂവാറ്റുപുഴ, കോതമംഗലം മേഖലകളിൽ പര്യടനം നടത്തി. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കൊതകുത്തി ചിറക്കണ്ടം നിവാസികൾ തൊടുപുഴ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തി. ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് ജീവനം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും RNTCPയും സംയുക്തമായി ഓട്ടോറിക്ഷ റാലി നടത്തി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നാമനിർദ്ദേശ പത്രിക അപൂർണമായി നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ആരോപണം. പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കും മുമ്പ് പത്രിക തള്ളാൻ സാധ്യതയെന്ന രീതിയിൽ ചാനലുകളിൽ വാർത്ത വന്നതിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളെന്ന് കാണിച്ച് ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ AICC വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്ക് പരാതി അയച്ചു. നാമനിർദ്ദേശ പത്രികയിൽ കുടുംബത്തെക്കുറിച്ചുള്ള ഭാഗം പൂരിപ്പിക്കാത്തതാണ് പ്രശ്നമായത്. UDF സ്ഥാനാർത്ഥിയെ കൂടാതെ BJP സ്ഥാനാർത്ഥിയുടെയും ഒരു സ്വതന്ത്രന്റെയും പത്രികയിൽ ഈ വിഭാഗം പൂരിപ്പിച്ചിട്ടില്ല. ഇതേ തുടർന്ന് വരണാധികാരിയായ ജില്ലാ കളക്ടർ ഇതു സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകുവാൻ ഡീനിനോടും മറ്റ് സ്ഥാനാർത്ഥികളോടും ഫോണിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടറും സ്ഥാനാർത്ഥികളും മാത്രമറിഞ്ഞ ഈ സംഭവത്തെ മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നത് മനഃപൂർവ്വമാണെന്നാണ് ആരോപണം. സീറ്റ് മോഹിച്ചിരുന്നവരിൽ ചിലരുടെ മോഹഭംഗമാണ് നാമനിർദ്ദേശ പത്രികയിൽ പിഴവുണ്ടായതിന് പിന്നിലെന്നും ആരോപണമുണ്ട്. കോൺഗ്രസിന് സുപ്രധാനമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡമ്മി സ്ഥാനാർത്ഥി പത്രിക നൽകാത്തതും വിവാദമായിട്ടുണ്ട്. കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ പേരിലാണ് ഡമ്മി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ വന്നതെന്ന വിശദീകരണം നേതൃത്വം അംഗീകരിക്കുവാൻ സാധ്യത കുറവാണ്. രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് കോൺഗ്രസിന് വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും വേണ്ട വിധം നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് ശ്രമിക്കാതിരിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രവർത്തകരിൽ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. തലമുതിർന്ന നേതാക്കൾ എന്നവകാശപ്പെടുന്നവരുടെ സാന്നിധ്യം പ്രചരണ രംഗത്ത് കാര്യമായിട്ടില്ലാത്ത കാര്യവും രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാൻ ഗ്രൂപ്പ് വ്യത്യാസം ഇല്ലാതെ ഇടുക്കിയിലെ നേതൃത്വം നീക്കം നടത്തുന്നതായും ആരോപണമുണ്ട്. ഇതിനിടെ സിറ്റിംഗ് MP PT തോമസിനെ ഇടുക്കിയിൽ നിന്നും കാസർഗോഡിലേക്ക് നാടുകടത്തിയതും ഗൂഢാലോചനയാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മണ്ഡലത്തിലെ നേതാക്കളെയും പ്രവർത്തകരെയും പേരെടുത്ത് വിളിക്കുവാൻ കഴിവുള്ള PTയെ മാറ്റി നിർത്തുന്നതിന് പിന്നിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ കൈകോർത്തതായും ആരോപണമുണ്ട്. ഇതും ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പിക്കാനാണെന്നാണ് ആക്ഷേപം. PT ഇല്ലാത്തതിന്റെ കുറവ് UDF പ്രചരണ രംഗത്ത് നേരിടുന്നുണ്ട്. പാർട്ടി മിഷനറി ചലിപ്പിക്കുന്നതിൽ PT തോമസിനുള്ള വൈഭവം എതിരാളികൾ പോലും അംഗീകരിക്കുന്നതാണ്. സീറ്റ് കിട്ടാത്തതിൽ പരിഭവമുള്ളവർ, LDF സ്ഥാനാർത്ഥികളുടെ ബന്ധുക്കൾ, തൊഴിൽപരമായി അടുപ്പമുള്ള സുഹൃത്തുക്കളായ നേതാക്കൾ തുടങ്ങിയ പട്ടികകളിൽ വരുന്നവരെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ അയക്കണമെന്നും രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടത്രേ. VBC ന്യൂസ്, ഇടുക്കി. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തിങ്കളാഴ്ച മൂവാറ്റുപുഴ, കോതമംഗലം മേഖലകളിൽ പര്യടനം നടത്തി. രാവിലെ 8-ന് കോതമംഗലം കാരക്കുന്നം പള്ളിക്ക് സമീപം ആരംഭിച്ച പര്യടനം മുൻ KPCC ജനറൽ സെക്രട്ടറി ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. TU കുരുവിള MLA അധ്യക്ഷത വഹിച്ചു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ പര്യടനം പൂർത്തിയാക്കിയ ഡീൻ തുടർന്ന് ചെറുവത്തൂർ, നെല്ലിക്കുഴി, കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിലെ 85-ൽ പരം സ്വീകരണ കേന്ദ്രങ്ങളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചതിനു ശേഷം കോതമംഗലത്തിനടുത്ത് ഉള്ള ചെറിയ പള്ളിത്താഴത്ത് രാത്രി 9:30 പര്യടനം അവസാനിച്ചത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി മാത്യു കുഴൽനാടൻ, UDF ജില്ലാ ചെയർമാൻ S അശോകൻ, CP മാത്യു, KP ബാബു, PP ഉതുപ്പാൻ, ഷിബു തെക്കുംപുറം, PK മൊയ്തു,
KA ഇബ്രാഹിം, ബാബു പോൾ, AV ജോർജ്, ജോയി എബ്രഹാം, MJ മൈക്കിൾ, മനോജ് ഗോപി തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. നാടിന്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിവുള്ള കഴിവുറ്റ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി കോൺഗ്രസ് ബ്ലോക്ക് നേതാവ് ശ്രീ MA ഇബ്രാഹിം, മുസ്ലിം ലീഗ് താലൂക്ക് നേതാവ് ശ്രീ KM കുഞ്ഞുബാവ, STUവിന് വേണ്ടി ശ്രീ കോൺഗ്രസ് UDF ദീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഇതായി വനിതാറിയിലും കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രിക സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. പത്രികയിൽ അപാകതയില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി. കമ്മീഷൻ രേഖകൾ അനുസരിച്ച് KM മാണി തന്നെയാണ് ചെയർമാനെന്നും കമ്മീഷൻ അറിയിച്ചു. ജോസ് കെ മാണിയെ UDF സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളിൽ KM മാണി ഒപ്പിട്ടത് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണിയല്ല CF തോമസ് ആണെന്നും അതിനാൽ പത്രിക അസാധുവാണെന്നുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികളുടെ വാദം. എന്നാൽ ഔദ്യോഗിക രേഖകളനുസരിച്ച് KM മാണിയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ചെയർമാൻ എന്ന് കേരള കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. 2013 ഫെബ്രുവരിയിൽ ഇത് സംബന്ധിച്ച രേഖകൾ കമ്മീഷന് അയച്ചിരുന്നുവെന്നും നേതൃത്വം വ്യക്തമാക്കി. ഇടുക്കി മണ്ഡലത്തിൽ ആദിവാസികൾ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഗോത്രമഹാസഭ സംസ്ഥാന തലത്തിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകണമെന്നുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതൃത്വങ്ങളുമായി കഴിഞ്ഞ മാർച്ച് 11-12 തീയതിയിൽ ഡൽഹിയിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആം ആദ്മി പാർട്ടിയിൽ അംഗത്വമെടുക്കുകയോ അതിൻ്റെ സംഘടനാപരമായി ഭാഗമാകുകയോ ചെയ്യുന്നൊരു നിലപാട് ഗോത്രമഹാസഭയ്ക്കില്ല. അതുകൊണ്ട് ആദിവാസികൾക്ക് ഇനി എന്തെങ്കിലും ഒരു നീതി കിട്ടണമെങ്കിൽ പൊതുസമൂഹം നവീകരിക്കപ്പെടുകയും ഈ മാഫിയ രാഷ്ട്രീയം ദുർബലപ്പെടുകയും ചെയ്യണം. അല്ലാത്തിടത്തോളം നമ്മളെന്ത് പറഞ്ഞിട്ട് ആദിവാസികൾ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവർക്ക് സ്വന്തം നിലയിൽ രാഷ്ട്രീയ ശക്തിയാകുകയും സാധ്യമല്ല. അതിവിടെ ഞങ്ങൾ ഇവിടുത്തെ ഈ പറയുന്ന ഗാഡ്ഗിൽ വിരുദ്ധ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആശയത്തിൻ്റെ ഭാഗമായി മലയോര മേഖലയിൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വലിയൊരു ഘടകം ഈ പറയുന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതി പോലുള്ള വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ കർഷകരുടെ താല്പര്യത്തല്ല പ്രതിനിധീകരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. LDF പിന്തുണയുള്ള ഹൈറേഞ്ച് സംരക്ഷണ സമിതി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാൻ ആദിവാസികൾ രംഗത്തിറങ്ങണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആദിവാസി ഗോത്ര മഹാസഭ ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടിയെയാണ് പിന്തുണയ്ക്കുന്നത്. എന്നാൽ ഖനന മാഫിയകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുവാൻ തീരുമാനിച്ചത്. ആദിവാസി ഗോത്ര മഹാസഭ അധ്യക്ഷ CK ജാനു, M ഗീതാനന്ദൻ, PG ജനാർദ്ദനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടവട്ടി പഞ്ചായത്തിലെ കൊതകുത്തി ചിറകണ്ടം ശാരദക്കവല പ്രദേശത്തെ ഗുണഭോക്താക്കൾ തൊടുപുഴ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ഇടവട്ടി പഞ്ചായത്തിലെ ഉയർന്ന മേഖലകളിൽ കടുത്ത വേനൽക്കാലമായിട്ടും കുടിവെള്ളം എത്താത്തത് നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും നാളിതുവരെ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സ്ത്രീകളും കുട്ടികളുമടക്കം പ്രദേശവാസികൾ സമരവുമായി രംഗത്ത് വന്നത്. കുടിവെള്ള വിതരണത്തിന് സ്ഥാപിച്ചിരുന്ന പൈപ്പ് ലൈനുകൾ ദിനംപ്രതി പൊട്ടുന്നതാണ് കുടിവെള്ളം എത്താത്തതിന് കാരണമായി അധികൃതർ പറയുന്നത്. അടിയന്തരമായി നടപടി സ്വീകരിക്കാമെന്ന വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഉറപ്പിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ഉപരോധ സമരത്തിന് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM മുജീബ്, പഞ്ചായത്ത് അംഗം ബീന ചാക്കോ, KP ഷംസുദ്ദീൻ, മോളി രാജു, MB അനസ്, KT പ്രഭാകർ എന്നിവർ നേതൃത്വം നൽകി. ഇടവട്ടി പഞ്ചായത്തിലെ ഉയർന്ന മേഖലകളായിട്ടുള്ള കൊതകുത്തി, ചിറകണ്ടം, അതുപോലെ ശാരദക്കവല, ഇടവട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡ് ഉൾക്കൊള്ളുന്ന മയിലാടുംപാറ എന്നീ മേഖലകളിൽ കഴിഞ്ഞ 2 മാസം കാലമായി കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയാണ്. ആ പ്രദേശത്തുകാരായിട്ടുള്ള ആളുകൾ നിരവധി പ്രാവശ്യം ഇവിടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ വന്ന് കണ്ട് ഈ കുടിവെള്ളക്ഷാമത്തിൻ്റെ രൂക്ഷത ബോധ്യപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും അതിനെ തുടർന്നെടുക്കാൻ ഈ കടുത്ത വേനൽക്കാലത്ത് പോലും അധികാരപ്പെട്ട ആളുകൾ തയ്യാറാകുന്നില്ല. അവിടെ ആളുകൾ വെറുതെ വാട്ടർ ചാർജ് അടയ്ക്കുന്നുവെന്നല്ലാതെ ഒരു കുടം പോലും വെള്ളം നൽകുവാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നിലവിലുള്ള വസ്തുത. ഈ സാഹചര്യത്തിൽ കൂലിപ്പണിക്കാരായ ആ പ്രദേശത്തെ ആളുകൾ
1000-ഓളം രൂപ മുടക്കിയാണ് ദൂരപ്രദേശത്ത് പോയി കുടിവെള്ളം കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ, പഞ്ചായത്ത് അധികാരികളും മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളൊന്നും ഈ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ആളുകളുടെ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ആ പ്രദേശത്തുകാരായിട്ടുള്ള ആളുകൾ സഹികെട്ട് ഈ വാട്ടർ അതോറിറ്റി ആഫീസ് ഉപരോധിക്കുന്ന നിലയിലേക്ക് ഈ സമരം എത്തിച്ചേർന്നത്. കേരള ഗണക സമുദായ സഭ ഇടുക്കി ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ കൺവെൻഷൻ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ON മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമുദായത്തെ OECD പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള നമ്മുടെ ആദ്യകാല ആവശ്യങ്ങൾ ഏകദേശം സർക്കാർ തീരുമാനമാക്കിയ സന്തോഷത്തിലാണ്. OECD പട്ടികയിലെ മറ്റു പിന്നോക്ക ഹിന്ദുക്കൾ ഏകദേശം 68 വരുന്ന മറ്റു പിന്നോക്ക ഹിന്ദുക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള അവസരങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നാം നമ്മുടെ ആവശ്യമായി മുന്നോട്ട് വന്നത് ആവശ്യമായിരുന്നു നമ്മളെ OECയിൽ ഉൾപ്പെടുത്തുക എന്നത്. പക്ഷെ പ്രിയമുള്ളവരെ, അന്ന് നമ്മൾ ഇടുക്കി ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ PD രജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ PK ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PP കരുൺദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ചെയർമാൻ NB സത്യൻ, വണ്ണപ്പുറം യൂണിറ്റ് സെക്രട്ടറി KK ബൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും മാർച്ചും ധർണയും നടത്തി. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ച് മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. ശമ്പള കമ്മീഷൻ പുനഃസ്ഥാപിക്കുക, ചെയർമാനെ പുറത്താക്കുക, 2014 ജൂലൈ 1 മുതൽ ശമ്പള പരിഷ്കരണം ഉറപ്പുവരുത്തുക, ടേംസ് റഫറൻസ് സംഘടനകളുമായി ചർച്ച ചെയ്യുക, പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി വ്യാപിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, 2013 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിച്ചവർക്കും നിർവചിക്കപ്പെട്ട പെൻഷൻ ബാധകമാക്കുക, 10% കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. ഈ സംസ്ഥാനത്തെ ജീവനക്കാരെയും അധ്യാപകരെയും ഒരു വലിയ പോരാട്ടത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഈ ഗവൺമെന്റ് ഉണ്ടാക്കുകയാണ്. കേരളത്തിലെ UDFന്റെ ഗവൺമെന്റ് അധികാരമേറ്റതിനു ശേഷം സിവിൽ സർവീസ് മേഖലയിലെ ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നയങ്ങളെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കാൻ നിങ്ങൾക്കറിയാം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യ കാലഘട്ടം തന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിക്കൊണ്ടാണ് സിവിൽ സർവീസ് മേഖലയിൽ സംഹാരതാണ്ഡവമാടാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത് എന്ന് നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് മേഖലയെ ഇല്ലാതാക്കുന്ന സമീപനം ഈ ഗവൺമെന്റ് നയമാണ്. ആ നയമാണ് പല ആളുകളെ കൊണ്ടും ഇപ്പോൾ പറയിപ്പിച്ചുകൊണ്ട് സിവിൽ സർവീസ് മേഖല ഇനി ആവശ്യമില്ല, വിദ്യാഭ്യാസ മേഖല ഇനി ആവശ്യമില്ല എന്ന തരത്തിലേക്ക്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നാമനിർദ്ദേശ പത്രിക അപൂർണമായി നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ആരോപണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് പരാതി അയച്ചു. സ്ഥാനാർത്ഥികൾ പ്രചാരണ തിരക്കിൽ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തിങ്കളാഴ്ച മൂവാറ്റുപുഴ, കോതമംഗലം മേഖലകളിൽ പര്യടനം നടത്തി. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കൊതകുത്തി ചിറക്കണ്ടം നിവാസികൾ തൊടുപുഴ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തി. ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് ജീവനം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും RNTCPയും സംയുക്തമായി ഓട്ടോറിക്ഷ റാലി നടത്തി.
പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.